നമസ്കാരം ഫ്രണ്ട്സ്, മലനാടനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു അമ്മാവൻ കുത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. നമ്മൾ പോകുന്നത് ചുമ്മാ പോവല്ല ചെയ്യുന്നത്. നമ്മളിന്നൊരു 2008 ബൊലേറോ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ബൊലേറോയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് നോക്കാം. ഏതാണ്ട് 12 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ബൊലേറോ സ്റ്റോം ആണ് നമ്മുടെ കയ്യിലുള്ള മോഡൽ, 2008 മോഡലാണ്. നമുക്കപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. നമുക്കപ്പോൾ അമ്മാവൻ കുത്തിലെ കാഴ്ചകളിലേക്ക് പോവാം. എത്തിയിട്ടുണ്ട്. നമുക്ക് ആ കുത്തിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ചെറിയ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. ഇതാണ് ഈ അമ്മാവൻ കുത്തിൻ്റെ താഴെയുള്ള കാഴ്ചകൾ. മരം നിൽക്കുന്ന കാരണം കൊണ്ട് കുത്ത് അത്ര നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതാണ് അമ്മാവൻ കുത്തിൻ്റെ കാഴ്ചകൾ. ശാന്തസുന്ദരമായിട്ട് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളമുണ്ട് ഇപ്പോൾ. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അമ്മാവൻ കുത്ത് എന്നാണ് ഇത്. ഏതാണ്ട് ഇരുമ്പുപാലം മെഴുകുഞ്ചാൽ റോഡ് വഴി ഒരു 3-4 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് അമ്മാവൻ കുത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അമ്മാവൻ കുത്ത് വെള്ളച്ചാട്ടം, അതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അത്ര ആളുകൾക്ക് പരിചിതമായിട്ടുള്ള ഒന്നല്ല. ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു ബൈപ്പാസ് റോഡിലാണ്, അടിമാലി ബൈപ്പാസ് റോഡിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ആ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ അകത്ത് കയറിയിട്ടാണ് ഈ വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം.
വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് അതിൻ്റെ മീറ്റർ കൺസോളിനകത്ത് കാണുന്നത് ടെമ്പറേച്ചർ ഉണ്ട്, RPM ഉണ്ട്, അതുപോലെ തന്നെ കിലോമീറ്റർ, ഫ്യൂവൽ. ഏതാണ്ട് 60 ലിറ്റർ ഒരു ടാങ്കാണ് നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നോർമലി ഈ ഒരു കാണുന്ന ഒരു കണ്ടീഷനാണ് ഉള്ളത്. അതുപോലെ തന്നെ AC, അതുപോലെ തന്നെ സ്റ്റീരിയോ, അത് നോർമൽ എല്ലാ ഇതിനകത്തും കാണുന്ന പോലെ തന്നെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ ബൊലേറോ VLXൻ്റെ ഒരു ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈൻഡ് സ്റ്റിക്കർ. CRD എഞ്ചിനാണ്. നോർമൽ സസ്പെൻഷൻ എല്ലാ വെഹിക്കിളിൻ്റെ പോലെ തന്നെ ലീഫാണ്. ബാക്കിൽ റിയൽ ലീഫ് സ്പ്രിംഗ് ആണ് സസ്പെൻഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ട് എഞ്ചിനെ പറ്റി പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. 2500 cc എഞ്ചിനാണ്. അതുപോലെ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ബൊലേറോ സ്റ്റോം എന്ന് പറഞ്ഞ മോഡലിൽ CRD എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പവർ പറയുകയാണെങ്കിൽ 65 bhp ആ റേഞ്ചിലാണ് ഇതിൻ്റെ. ഇപ്പോൾ വരുന്ന പുതിയ എഞ്ചിൻ എന്ന് പറയുന്നത് 1500 cc എഞ്ചിനാണ്. പുതിയ 2020 ബൊലേറോയിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഏതാണ്ട് 75 bhp വരുന്നുണ്ട്. ഇതൊരു റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. അതുപോലെ ഇതിൻ്റെ സസ്പെൻഷൻ സാധാരണ സ്പ്രിങ്, ഫ്രണ്ട് എഞ്ചിൻസ് സാധാരണ ബൊലേറോയിൽ കാണുന്ന പോലെ തന്നെയുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിലത്തെ. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 5.7 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന വെഹിക്കിളാണ്. പവർ സ്റ്റിയറിംഗ് ആണ്. ഉണ്ടല്ലോ, വളരെ കുറഞ്ഞ ടേണിംഗ് റേഡിയസിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു 2008 വെഹിക്കിളിനെ വെച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ വളരെയധികം കൂടിയ ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും, എഞ്ചിൻ പെർഫോമൻസ് ആണെങ്കിലും നല്ല രീതിയിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് വേറൊരു ഫീച്ചേഴ്സ് ഉള്ളതാണ്. നമ്മൾ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ ഡോറ് തുറന്നു വാണിംഗ്, പെട്ടെന്ന് തന്നെ വാണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നേരെ NH വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പഞ്ചാരക്കുത്ത് ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ തൊട്ടടുത്ത് 2 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമുള്ള ഒരു സ്ഥലമാണ്. അമ്മാവൻകുത്ത് കഴിഞ്ഞു അടുത്ത് നമ്മൾ പഞ്ചാരക്കുത്ത് കാണാൻ വേണ്ടി പോവാണ്. ഇത് നമ്മൾ കൊച്ചി ധനുഷ്കോടി NH കയറിയിട്ട് വേണം നമുക്ക്. ഈ റോഡിന് അപ്പുറ സൈഡിലാണ് പഞ്ചാരക്കുത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഇരുമ്പുപാലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇരുമ്പുപാലം ടൗണിൽ നിന്ന് പടിക്കപ്പ് പോകുന്ന റോഡിലേക്കാണ് നമ്മൾ ഈ പഞ്ചാരക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം. ജസ്റ്റ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇരുമ്പുപാലം ടൗൺ എന്ന് പറയുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഒരു ചെറിയ പട്ടണമാണ് ഇരുമ്പുപാലം എന്ന് പറയുന്നത്. ഇരുമ്പുപാലം ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്. നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാറിന് പോവാം. ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പടിക്കപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ഒരു 1 കിലോമീറ്റർ ഇങ്ങ് വന്നു കഴിഞ്ഞാലാണ് പഞ്ചാരക്കുത്ത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ എത്തിയിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് പഞ്ചാരക്കുത്ത് നമുക്ക് ചെറുതായിട്ട് കാണാം. ഇപ്പം നമ്മൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. പഞ്ചാരക്കുത്ത് ഇതാണ് നമ്മൾ പറഞ്ഞ പഞ്ചാരക്കുത്ത് എന്ന് പറയുന്നത്. ഇതാണ് പഞ്ചാരക്കുത്ത് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ തൊട്ടടുത്തേക്ക് പോവാം.
കുറച്ച് ചേട്ടന്മാർ അവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. നമുക്ക് അവരുടെ ചൂണ്ട എന്തായെന്നൊന്ന് നോക്കാം ചിലപ്പോൾ. ചേട്ടന്മാർ വെള്ളം ഒന്നും കിട്ടിയിട്ടില്ലെന്നാ. ഇപ്പോൾ എടുത്ത് തുടങ്ങിയുള്ളൂ എന്നാ, ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ക്ഷമ ഒരു ഭയങ്കര സംഭവം കേട്ടോ, ഇതിങ്ങനെ നോക്കി നിൽക്കുന്നേ. ഇതുപോലെയാണ് ഇവർ ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. അത് ഈ മണ്ണിരയാണ്. മണ്ണിര അത് ഇങ്ങനെ കോർത്ത് വയ്ക്കും. എന്നിട്ട് അത് വെള്ളത്തിലിടുമ്പോൾ മീനത് കൊത്താൻ വരും. നമ്മൾ വയ്യ അവിടെ നിന്ന് മൂവ് ചെയ്യണം. ചേട്ടന്മാർക്ക് മീൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വയ്യെ മൂവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ മെഴുകുംചാലിൻ്റെ ഏറ്റവും നെറുകയിൽ അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആദ്യം പോയ പഞ്ചാരക്കുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കാണാം അതിനകത്ത്. അതുപോലെ തന്നെ ഇരുമ്പുപാലം ടൗൺ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. ചെറുതായിട്ട് മഴ പെയ്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി മുകളിലോട്ട് കയറി. അപ്പോൾ നമുക്ക് അങ്ങ് നോക്കി കഴിഞ്ഞാൽ അങ്ങ് ഒരു കൂമ്പൻ പാറ നമുക്ക് കാണാം. അത് ശരിക്കും അടിമാലിക്ക് അപ്പുറമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഈ വെള്ളം ഒഴുകുന്ന ആ പാലം നമ്മൾ കുറച്ച് നേരം മുമ്പ് നമ്മൾ ചൂണ്ടയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ നിന്ന ആ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ആ ചേട്ടന്മാർ ഇപ്പോഴും അവിടെ നിന്ന് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ചെറിയ പൊട്ട് പോലെ കാണാം. ഇത് സെൻറ് ആന്റണീസ് ചർച്ച്, ഇരുമ്പുപാലം ടൗൺ, പഞ്ചാര വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ആ മലയുടെ ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അമ്മാവൻകുത്തും പഞ്ചാരക്കുത്തും അതുപോലെ തന്നെ ഇരുമ്പുപാലം കാഴ്ചകളും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.